ഇപ്പൊ ഷോ കഴിഞ്ഞിണ്ടാവില്ലേ? പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണ്ടേ? കൂലി, ലോകേഷ് കനകരാജ് സിനിമ, സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകൻ. അറിഞ്ഞില്ലേ നിങ്ങള്? ഇത്രയൊക്കെ പോരെ ലോകേഷ് പടം, രജനീകാന്ത്, സ്വാഭാവികമായിട്ട് ഹൈപ്പ് ഉണ്ടാവും. ബാക്കി പറ. ഒരു ഗംഭീര സിനിമ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ഇത് അങ്ങ് ഒരു സുമാർ പടമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ വഴിയില്ല. അങ്ങ് സെറ്റായില്ല, മൊത്തത്തിൽ പവർ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. റോളക്സിന് അത്രയൊന്നും വേണമെന്ന് പറയുന്നില്ല, പക്ഷെ ആമീർ ഖാനെ കൊണ്ടുപോയിട്ട് അവസാനത്ത് കോമഡി പീസ്. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? നീ ഇങ്ങനെ നിരാശപ്പെടാതെ. ട്രൗസറൊക്കെ ഇട്ട് വന്നിട്ട് കുറച്ച് പട്ടികളായിട്ട് വന്നിട്ട് അയ്യ, അവിടെയാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആയി പോയത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സൗബിൻ ഗംഭീരമായിട്ട് സൗബിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സൗബിൻ മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. തറുമാനിയാണ്, ഒരു അന്തസ്സുണ്ട്. മോണിക്ക സോങ് അത് ഗംഭീര വൈബായിരുന്നു. നമ്മൾ കണ്ടതിൽ കൂടുതൽ കുറച്ചുകൂടി എക്സ്റ്റൻഷൻ സ്റ്റെപ്സ് കൂടെ ഉണ്ട്. സൗബിൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കേട്ടാ മതി. പക്ഷെ ഒരു ലോകേഷ് പടം കണ്ടതിന്റെ ഒരു സുഖം അത് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു രജനി പടം മറ്റ് കൂറ രജനി പടങ്ങൾ കണ്ടതിനേക്കാളും ഫാർ ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എന്റെ മോനെ, ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? മൊത്തത്തിൽ അതാണ്. മൊത്തത്തിൽ ഒരു 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 ആ ഒരു സാധനം ഇല്ല, പടത്തിനും ഇല്ല, ക്യാരക്ടേഴ്സിനും ഇല്ല. കിട്ടിയല്ലോ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അങ്ങനെ പവനായി ശവമായി.